ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശിമയോൻ ശിശുവായ യേശുവിനെ കൈകളിൽ എടുത്തുകൊണ്ട് പറഞ്ഞത്, സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. ആട്ടിടയന്മാരോട് ദൈവദൂതൻ പറഞ്ഞത്, ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്ന്. ആട്ടിടയന്മാർ രക്ഷകനായ ദൈവത്തെയാണ് പുൽക്കൂട്ടിൽ കണ്ടത്. അതുകൊണ്ട് അവർ സന്തോഷിച്ചു. ജ്ഞാനികൾ പുൽക്കൂട്ടിലെ ഉണ്ണിയെ കണ്ടപ്പോൾ സന്തോഷിച്ചു. നമ്മളും ഇന്ന് പള്ളികളിലും വീടുകളിലുമൊക്കെ പുൽക്കൂടുകൾ മെനഞ്ഞു വെക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ പുൽക്കൂട്ടിലെ ഉണ്ണിയെ കാണുമ്പോൾ ആനന്ദം കിട്ടുന്നില്ല? നമ്മെ പലപ്പോഴും ആനന്ദത്തിലേക്ക് നയിക്കുന്നില്ല. ഒരു യാന്ത്രികതയാണ്. യാന്ത്രികത നിറഞ്ഞ ആചാരങ്ങൾ മാത്രമായി പോകുന്നു. കാരണം പാപത്തിൽ നിന്നും നിത്യമരണത്തിൽ നിന്നുമുള്ള രക്ഷ, രോഗങ്ങളിൽ നിന്നുള്ള മോചനം, പ്രശ്നങ്ങളിൽ നിന്നുള്ള വിടുതൽ, നമ്മുടെയൊക്കെ ലക്ഷ്യം ഇതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഒരു സന്തോഷം ജ്ഞാനികൾക്കും ആട്ടിടയന്മാർക്കും തോന്നിയ പോലെ, അനുഭവപ്പെട്ടതുപോലെ ഒരു സന്തോഷം ഫീൽ ചെയ്യാത്തത്. പ്രിയ സഹോദരങ്ങളെ, ആത്മരക്ഷ ഏറ്റവും പ്രധാനമായി കാണുമ്പോഴേ രക്ഷകന്റെ ജനനത്തിൻ്റെ സന്തോഷം സ്വന്തമാക്കാൻ പറ്റുകയുള്ളൂ. പാപത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തവർക്ക് രക്ഷകന്റെ ആവശ്യമില്ല. ഇന്ന് അനേകരുടെ ക്രിസ്തു അനുഭവം നഷ്ടപ്പെട്ടു പോകുന്നത് പലർക്കും ക്രിസ്തുവിൻ്റെ രക്ഷ സ്വന്തമാക്കാൻ പറ്റാത്തതും പാപബോധമില്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. ലോകത്തിന് ഇന്ന് മറ്റൊന്നിനേക്കാളും ആവശ്യം, ഓർക്കണമേ, പാപക്ഷമയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിന് ക്രിസ്തുവിനെ ഏറ്റവും ആവശ്യമായിരിക്കുന്നു. കാരണം ക്രിസ്തുവിന് മാത്രമേ പാപക്ഷമ നൽകുവാൻ കഴിയൂ. പാപബോധവും പശ്ചാത്താപവും നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൊടുങ്കാറ്റ് ലോകം മുഴുവൻ, എൻ്റെ പ്രിയരെ, ഒരിക്കൽ കൂടി ആഞ്ഞു വീശണം. അതിനായി സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷകൾ കൂടുതൽ നമ്മൾ ശക്തമാക്കണം. അതിനുവേണ്ടി വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ നിന്നും പ്രാർത്ഥനകൾ ധാരാളമായി ഉയരണം. ഒരു പുതിയ പെന്തക്കുസ്ത, അതിൽ മാത്രമാണ് ലോകത്തിൻ്റെ മോചനം. ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ ആ സ്വപ്നം യാഥാർത്ഥ്യമായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് അങ്ങ് പ്രാർത്ഥിക്കാം. അങ്ങനെ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സന്തോഷം ലോകം മുഴുവനും പടരട്ടെ. കൈകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചാലോ? കർത്താവേ, ക്രിസ്തുമസിൻ്റെ ആനന്ദം ലോകം മുഴുവനും പ്രദാനം ചെയ്യുവാനായി ഒരു പുതിയ പെന്തക്കുസ്തായെ അങ്ങ് അയക്കണമേ. ക്രിസ്തുവിലേക്ക് എല്ലാ ഹൃദയങ്ങളും തിരിയുന്നതിനായി അവിടുത്തെ സുവിശേഷം ശക്തിയോടെ പ്രഘോഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.